പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രി OP ആൻഡ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. 30.25 കോടി രൂപ മുടക്കി കിഫ്ബി പദ്ധതി പ്രകാരമാണ് പദ്ധതി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ബ്ലോക്കിലെ ഓരോ മുറികളും മന്ത്രി സന്ദർശിച്ചു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയ് വിട്ടുനിന്നു. തങ്ങൾ ഒപ്പിടാൻ മാത്രം ഇരിക്കുന്നവരല്ല, മന്ത്രിക്ക് ഒരു വാക്ക് തങ്ങളോട് പറയാമായിരുന്നു. വളരെ വൈകിയാണ് ഉദ്ഘാടന ചടങ്ങിന്റെ കാര്യം അറിയിച്ചത്, അതുകൊണ്ട് പങ്കെടുക്കുന്നില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയ് പറഞ്ഞു. ഞങ്ങൾ ഒപ്പിടാൻ മാത്രം ഇരിക്കുന്നവരല്ലല്ലോ, അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ദിനംപ്രതി ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളുമാണ്. അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കായിരിക്കും. ഇത് അവിടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു കമ്മിറ്റികളുടെ തീരുമാനങ്ങൾ ഉണ്ടാവണമല്ലോ. അതൊന്നുമില്ല. ഇല്ലാതെ മന്ത്രി നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ചുമതലപ്പെട്ടവരെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കും മന്ത്രിയുടെ ഓഫീസിനും ഉള്ളതാണ്. അതേക്കുറിച്ച് ആലോചന വേണം, ആലോചനാ യോഗം വേണം. ഇതൊന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിലോടി വന്ന് നാളെയാണ് ഞാൻ അറിഞ്ഞത് നോട്ടീസ് അടിച്ചു വെച്ചതിന് ശേഷമാണ് ഞങ്ങളെ വിളിച്ച് അറിയിക്കുന്നത്, PRO അറിയിക്കുന്നത്. ഈ നോട്ടീസ് അടിച്ചതിന് ശേഷം ഫ്ലെക്സ് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിച്ചു. ആ ഫ്ലെക്സ് മാറ്റിയിട്ട് വീണ്ടും പുതിയ ഫ്ലെക്സ് അടിച്ചു എന്നാണ് പത്രങ്ങളിൽ ഞങ്ങൾ വായിച്ചത്. ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ ഒരു കടന്നുകയറ്റം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. സംഘാടക സമിതി വിളിച്ചിരുന്നതായും എല്ലാവർക്കും ഇപ്പോഴും സ്വാഗതം എന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ മറുപടി. വാസ്തവത്തിൽ ഇതിന്റെ സംഘാടക വളരെ നിർഭാഗ്യകരമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചില്ല. സംഘാടക സമിതിയിൽ ഉൾപ്പെടെ വിളിച്ചിരുന്നു, അത് മറ്റ് അറിയിപ്പുകൾ കൊടുത്തിരുന്നു. ഇപ്പോഴും പറയുന്നു, നമ്മൾ വികസനത്തിൽ ഒരു വ്യത്യാസവുമില്ല, ഇപ്പോഴും സ്വാഗതം. ഇത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ചെയ്യാം. UDF സർക്കാരിന്റെ കാലത്തെയും LDF സർക്കാരിന്റെ കാലത്തെയും പദ്ധതികൾ തമ്മിലുള്ള വ്യത്യാസവും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. മുൻപ് 10 വർഷം മുൻപ് നമ്മൾ ഒരു ആശുപത്രിക്ക് ഒരു ഫണ്ട് വെക്കണമെങ്കിൽ 5 ലക്ഷം രൂപ ഒരു വർഷം വെക്കാൻ സാധിക്കും, പരമാവധി, അല്ലെ 10 ലക്ഷം രൂപ. അപ്പോ 1 കോടി രൂപയുടെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ എത്ര വർഷം എടുക്കും? 10 വർഷം എടുക്കും, 10 ലക്ഷം രൂപ വെച്ചാൽ തന്നെ. അപ്പൊ 30 കോടി രൂപയുടെ ഒരു വർക്ക് ചെയ്യണമെങ്കിലോ എത്ര വർഷം എടുക്കും? 1 കോടി രൂപയ്ക്ക് 10 വർഷം എടുക്കുമെങ്കിൽ 30 കോടി രൂപയ്ക്ക് 30 വർഷങ്ങൾ എടുക്കും ഇതുപോലെ ഒരു കെട്ടിടം സാധ്യമാക്കാൻ 10 വർഷങ്ങൾക്ക് മുൻപ്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ ആഗോള കുത്തക കമ്പനികൾ ഏറ്റെടുക്കുകയാണ്. വിദേശത്ത് മരുന്ന് കമ്പനികൾ നടത്തുന്നവരാണ് ഈ കുത്തക കമ്പനികൾ. ആരോഗ്യമേഖല തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് മന്ത്രി വീണ ജോർജ് പ്രസംഗം അവസാനിപ്പിച്ചത്. കേരളത്തിന്റെ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട പ്രൈവറ്റ് ആശുപത്രികളെല്ലാം ആഗോള കുത്തക കമ്പനികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മൾ യൂട്യൂബിലൊക്കെ ഡോക്ടർ കൈമളിനെ പോലെയുള്ള ഡോക്ടേഴ്സ്, അവരൊക്കെ സർക്കാർ സംവിധാനത്തിലുള്ളവരല്ല, പുറത്തുള്ളവരാണ്. അവരൊക്കെ ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലും ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ വന്ന കമ്പനികൾ പലതും മറ്റ് രാജ്യങ്ങളിൽ ആശുപത്രികൾ നടത്തുന്നവരല്ല, അവർ മരുന്ന് കമ്പനികൾ നടത്തുന്നവരാണ്. മരുന്ന് കമ്പനികൾ നടത്തുന്നവർ കേരളത്തിലെ ആശുപത്രികളിൽ, സ്വകാര്യ ആശുപത്രികളിൽ 80-90% ഷെയർ എടുത്തു. കേരളത്തിന് പുറത്ത് 1.5 കോടി രൂപ ഒരു ബെഡിന് നിക്ഷേപിച്ചുവെങ്കിൽ കേരളത്തിനകത്ത് അവർ നിക്ഷേപിച്ചിരിക്കുന്നത് 2.5 കോടി രൂപ ഒരു ബെഡിന്. ആരിൽ നിന്ന് ഈടാക്കും? നമ്മളിൽ നിന്ന് ഈടാക്കും. വീഡിയോ ജേർണലിസ്റ്റ് അജിക്കോടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.